2020 തുടക്കത്തിൽ ലോകം സ്തംഭിച്ചുപോയ ഒന്നായിരുന്നു കോവിഡ് മഹാമാരി. അന്ന് കോടിക്കണക്കിന് ആളുകളുടെ ജീവനായിരുന്നു കോവിഡ് എന്ന മഹാമാരി കാർന്നു തിന്നത്. ഇന്നിതാ 5 വർഷങ്ങൾക്കിപ്പുറവും കോവിഡിന്റെ വ്യാപനം ഏറെ ആശങ്ക ഉയർത്തുന്നു. മെയ് 31 കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 3395 സജീവ കോവിഡ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ കേസുകളും കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1336 കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. തൊട്ടു പിന്നിലായി മഹാരാഷ്ട്ര 467, ഡൽഹി 385, ഗുജറാത്ത് 265, കർണാടക 234, പശ്ചിമ ബംഗാൾ 205, തമിഴ്നാട് 185, ഉത്തർപ്രദേശ് 117 എന്ന നിലയിലാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1818 പേർ രോഗമുക്തി നേടിയതായും റിപ്പോർട്ടിൽ പറയുന്നു. ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം മെയ് 22 രാജ്യത്ത് 257 ആക്റ്റീവ് കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. മെയ് 26 ആയപ്പോഴേക്കും ഇത് 1010 ആയി ഉയർന്നിരുന്നു. മെയ് 31 ഇത് വീണ്ടും 3395 ആയി വർദ്ധിക്കുകയായിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 685 പുതിയ കേസുകളും 4 മരണങ്ങളുമാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. ഡൽഹി, കേരളം, കർണാടക, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി ഓരോ മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഒമിക്രോണിന്റെ പുതിയ വകഭേദങ്ങളായ LF7, XFG, JN1, NB181 എന്നിവയാണ് പകരുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. സിംഗപ്പൂർ, ഹോങ്കോങ്, തായ്ലൻഡ് എന്നിവിടങ്ങളിലായിരുന്നു ഈ പുതിയ വകഭേദത്തിന്റെ വ്യാപനം ആദ്യം റിപ്പോർട്ട് ചെയ്തത്. കോവിഡ് കേസുകളിലെ പെട്ടെന്നുണ്ടായ വർധനവ് കാരണം നിരീക്ഷണം ശക്തമാക്കാനും ആരോഗ്യ പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കോവിഡിന്റെ സാധാരണ ലക്ഷണങ്ങൾ തന്നെയാണ് പുതിയ വകഭേദത്തിനെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കി. ജലദോഷം, തൊണ്ടവേദന, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണമുള്ളവർ പൊതുവിടങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നിർബന്ധമായും മാസ്കുകൾ ധരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന കോവിഡ് കേസുകളുടെ എണ്ണം വലിയ രീതിയിൽ തന്നെ ആശങ്ക ഉളവാക്കുന്നുണ്ട്. ഇടയ്ക്ക് കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും കോവിഡിനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നതിലൂടെ മാത്രമേ നമുക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ.